ദിവസം ഇതുവരെയുള്ള മുഴുവൻ വാർത്തകളുടെയും വിശദാംശങ്ങളുമായി പകൽ വാർത്ത തുടങ്ങുന്നു. തലക്കെട്ടുകൾ നോക്കാം. പത്തനംതിട്ട പീഡനത്തിൽ ഇതുവരെ അറസ്റ്റിലായത് 26 പേർ, 7 പേർ കൂടി കസ്റ്റഡിയിൽ. പീഡിപ്പിച്ചത് 62 പേരെന്ന് പെൺകുട്ടിയുടെ മൊഴി. അന്വേഷണത്തിന് പ്രത്യേക സംഘം. ഹണി റോസിനെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ അന്വേഷണം. കേസെടുക്കാൻ പോലീസ് നിയമോപദേശം തേടി. മുൻകൂർ ജാമ്യം തേടി രാഹുൽ ഈശ്വർ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കം ഉടനടി തീരില്ല. മാർപ്പാപ്പയുടെ തീരുമാനം മാറ്റുന്നത് അസാധ്യമെന്ന് മാർ പാംപ്ലാനി. മാർപ്പാപ്പ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അന്തിമ തീരുമാനമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ പിന്നോക്കം പോകുന്ന സാഹചര്യം ഇല്ല എന്നുള്ളത് എല്ലാ സഹോദരങ്ങളും സ്നേഹബുദ്ധിയാ മനസ്സിലാക്കുക. ചർച്ചയ്ക്ക് പാംപ്ലാനി നേരിട്ട് വരണമെന്ന അൽമായ മുന്നേറ്റം. സംഘർഷത്തിൽ വൈദികർക്കും വിശ്വാസികൾക്കുമെതിരെ ജാമ്യമില്ലാ കേസ്. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിൽ സർക്കാർ ഇടപെടൽ. ഇടവക അടിസ്ഥാനത്തിൽ വിശ്വാസികളുടെ കണക്കെടുക്കുന്നു. പള്ളികളുടെ അവകാശം തീരുമാനിക്കുന്നതിൽ നിർണായകം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ആർ നാസർ ആലപ്പുഴ CPM ജില്ലാ സെക്രട്ടറിയായി തുടരും. യു പ്രതിഭയും MS അരുൺകുമാറും ജില്ലാ കമ്മിറ്റിയിൽ. കമ്മിറ്റി രൂപീകരണത്തിനു പിന്നാലെ പരിഹാസവുമായി കായംകുളം ഏരിയ സെക്രട്ടറി. ശബരിമല മകരവിളക്കിനൊരുങ്ങി. നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു. സുരക്ഷ ഉറപ്പാക്കാൻ സന്നിധാനത്ത് 5000-ലേറെ പോലീസുകാർ. തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനകം പന്തളത്തുനിന്ന് പുറപ്പെടും. ബഹിരാകാശത്തെ ഉപഗ്രഹ ഡോക്കിംഗ് ഇന്നും നടന്നില്ല. ഉപഗ്രഹങ്ങളെ അടുപ്പിച്ച ശേഷം അകലം വീണ്ടും കൂട്ടി. വിലയിരുത്തിയ ശേഷം ഡോക്കിംഗ് നടത്തുമെന്ന് ISRO. മഹാകുംഭമേളയ്ക്കൊരുങ്ങി പ്രയാഗ്രാജ്. 12 കിലോമീറ്റർ ദൂരത്തിൽ സ്നാനഘട്ടങ്ങൾ സജ്ജം. സമഗ്ര കവറേജുമായി ന്യൂസ് 18 പ്രതിനിധികൾ പ്രയാഗ്രാജിൽ. വാർത്തകൾ വിശദമായി നോക്കാം. പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടി പീഡനത്തിനിരയായ കേസ് DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. പത്തനംതിട്ട DYSP നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള 25 പേരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. അതേസമയം കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 26 കസ്റ്റഡിയിലുള്ള 7 പേരെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. പത്തനംതിട്ട പീഡനക്കേസിൽ ദേശീയ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ പോലീസിനോട് റിപ്പോർട്ട് തേടിയ സാഹചര്യത്തിലാണ് കേസിന്റെ അതീവ പ്രാധാന്യം മനസ്സിലാക്കി അന്വേഷണത്തിന്റെ മേൽനോട്ടം DIG അജിത ബീഗം ഏറ്റെടുത്തത്. നിലവിൽ അന്വേഷണം നടക്കുന്ന പത്തനംതിട്ട DYSP S നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള 25 ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുക. ഇലവന്തിട്ട, പത്തനംതിട്ട എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 9 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ പ്രായപൂർത്തിയാവാത്ത 3 പേരും ഉൾപ്പെടുന്നു. പെൺകുട്ടിയുടെ നഗ്നദൃശ്യം ഉപയോഗിച്ച് കൂടുതൽ പേർ പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കി പീഡിപ്പിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സ്മാർട്ട് ഫോൺ ഉപയോഗമറിയാത്ത അച്ഛന്റെ മൊബൈൽ ഫോൺ വഴിയായിരുന്നു പെൺകുട്ടിയും പ്രതികളുമായുള്ള ആശയവിനിമയം. പെൺകുട്ടിയുടെ ഫോൺ നമ്പരും പ്രതികൾ പ്രചരിപ്പിച്ചു. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്തു വെച്ചും ചുട്ടിപ്പാറയിൽ വെച്ചും പെൺകുട്ടിയെ പ്രതികൾ പീഡിപ്പിച്ചതായി കണ്ടെത്തി. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ജില്ലയുടെ പുറത്തേക്കും വ്യാപിപ്പിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരുടെ അറസ്റ്റുണ്ടാവാനാണ് സാധ്യത. ന്യൂസ് 18 പത്തനംതിട്ട. ആർ നാസർ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി തുടരും. തുടർച്ചയായ 2ാം തവണയാണ് സമ്മേളനത്തിലൂടെ നാസർ CPM ജില്ലാ സെക്രട്ടറി പദത്തിൽ എത്തുന്നത്. MLAമാരായ യു പ്രതിഭ, MS അരുൺകുമാർ തുടങ്ങി 4 പേരെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ 5 പേരെ ഒഴിവാക്കി. അതിനിടെ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനെ പരിഹസിച്ച് കായംകുളം ഏരിയ സെക്രട്ടറി അബിൻ ഷാ ഭാസ്കർ രംഗത്ത് വന്നു. മണിയടിക്കുന്നവർക്കും താണു വണങ്ങി നിൽക്കുന്നവർക്കും സ്ഥാനം ലഭിച്ചു എന്നതായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. പിന്നീട് പോസ്റ്റ് പിൻവലിച്ചു. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, 2 MLAമാർ അടക്കം 4 പേർ പുതിയതായി എത്തുന്നു, 5 പേർ ഒഴിവാകുന്നു. ഈ ഒഴിവായവരിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയവരുണ്ടോ? ഈ വിമർശനങ്ങളുടെ പശ്ചാത്തലം എന്താണ്?
ശ്രീജ, ആലപ്പുഴ ജില്ലാ കമ്മിറ്റി 46 അംഗ ജില്ലാ കമ്മിറ്റിയാണ് അല്പസമയം മുമ്പ് തിരഞ്ഞെടുത്തത്. ജില്ലാ സെക്രട്ടറിയായി ആർ നാസർ തുടരും. തുടർച്ചയായി 3ാമത്തെ ടേമാണ് നാസർ ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 4 പുതുമുഖങ്ങളാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ കായംകുളം MLA യു പ്രതിഭ, ഒപ്പം മാവേലിക്കര MLA MS അരുൺകുമാർ ഉൾപ്പെടെയുള്ള പുതുമുഖങ്ങൾ എത്തിയിരിക്കുന്നു. ഒപ്പം മാരാരിക്കുളം ഏരിയ സെക്രട്ടറി പി രഘുനാഥും ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രനുമാണ് കമ്മിറ്റിയിലേക്ക് എത്തിയിട്ടുള്ള പുതിയ ആളുകൾ. ഒപ്പം ഒഴിവാക്കപ്പെട്ടവർ ജലജ ചന്ദ്രൻ, മാരാരിക്കുളത്തു നിന്ന് തന്നെയുള്ള ജലജ ചന്ദ്രൻ ഒഴിവാക്കപ്പെട്ടു. അത്തരത്തിലുള്ള N ശിവദാസൻ, കായംകുളത്ത് നിന്നുള്ള N ശിവദാസൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അരവിന്ദാക്ഷ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഒഴിവാക്കപ്പെട്ടത്. അതിൽ തന്നെ കായംകുളത്ത് നിന്നും ആർ നാസറുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ് ഒഴിവാക്കപ്പെട്ടത് എന്നുള്ളതാണ് ശ്രദ്ധേയം. മാത്രമല്ല, സജിശ്രേൺ വിഭാഗവുമായി ഒരുമിച്ച് ചേർന്ന് പോകുന്ന യു പ്രതിഭ കമ്മിറ്റിയിലേക്ക് പുതുതായി ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ മുതൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ സമ്മേളനത്തിൽ പരിഗണിക്കപ്പെട്ട പേരായിരുന്നു കായംകുളം ഏരിയ സെക്രട്ടറി അബിൻ ഷായുടേത്. പക്ഷേ അബിൻ ഷാ ആ കമ്മിറ്റിയിൽ പരിഗണിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല ഒഴിവാക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഇങ്ങനെ ഒരു പോസ്റ്റ് അബിൻ ഷായുടേതായി സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ടത്. അതായത് ഈ കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ അങ്ങനെ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. ഒരു ആൾക്ക് മുന്നിൽ, അതായത് താണു വണങ്ങി നിൽക്കുന്ന ഒരാളുടെ ചിത്രവും ഒപ്പം തന്നെ ഒരു മണി അടിക്കുന്ന ദൃശ്യവുമാണ് അദ്ദേഹം ചിത്രങ്ങളുമാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടെ അത് വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ഇടുകയും പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ താണു വണങ്ങി നിൽക്കുന്നവർക്കും മണിയടിക്കുന്നവർക്കും മാത്രമേ അതിനകത്ത് ഭാവി ഉണ്ട് എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു അബിൻ ഷായുടേതായി വന്നത് എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ 3 ദിവസങ്ങളായി നടന്ന സമ്മേളനമാണ് ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തോടുകൂടി അവസാനിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഘടനാ ചർച്ചകളിലൊക്കെ തന്നെയും വലിയ വിഭാഗീയ പ്രശ്നങ്ങളും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ട് ചോർച്ചയും ഉണ്ടായ ഇടമാണ്. പക്ഷേ അവിടെ ഒന്നും തന്നെ സംഘടനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇത്തരം ആരോഗ്യകരമായ ചർച്ചകളൊന്നും പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. നമുക്ക് 3ാമതും ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആർ നാസറിന്റെ വാക്കുകൾ കേൾക്കാം. ജില്ലാ സെക്രട്ടറി കമ്മിറ്റിയും ജില്ലാ സെക്രട്ടറിയും അത് ജില്ലാ സെക്രട്ടേറിയറ്റ് പറയത്തില്ല. കോട്ടയത്ത് മാത്രമാണ് സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളിടത്തൊന്നും ആയിട്ടില്ല. എല്ലായിടത്തും സമ്മേളനം കഴിഞ്ഞ ശേഷം സംസ്ഥാന കമ്മിറ്റി ഓരോമായിട്ട് പരിശോധിച്ച് അങ്ങനെയായിരിക്കും സെക്രട്ടേറിയറ്റ്. വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ തുടങ്ങിയിട്ടുള്ള പണിയെടുക്കുന്ന തൊഴിലാളികൾ, ആ തൊഴിലാളികളാണ് ഈ ജില്ലയുടെ ഏറ്റവും വലിയ കരുത്ത്, ഏറ്റവും വലിയ ശക്തി. അവരുടെ കൂടുതൽ ശക്തിപ്പെടുത്താനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ആലപ്പുഴ ജില്ലയിലെ ഏതാണ്ട് 42,900 പാർട്ടി അംഗങ്ങളുണ്ട്. അതേപോലെ 2811 ബ്രാഞ്ചുകളുണ്ട്. 159 ലോക്കൽ കമ്മിറ്റികളുണ്ട്. 15 ഏരിയ കമ്മിറ്റിയുണ്ട്. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി. ഇത്രയും ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളിൽ നിന്ന് പഠിച്ച് ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകും. അതിന് ഉതകുന്ന തീരുമാനങ്ങളാണ് ഈ സമ്മേളനം കൈക്കൊണ്ടിട്ടുള്ളത്. മറ്റു വാർത്തകൾ നോക്കാം. ഹണി റോസിന്റെ പരാതിയിൽ മുൻകൂർ ജാമ്യം തേടി രാഹുൽ ഈശ്വർ ഹൈക്കോടതിയിൽ. ജാമ്യ ഹർജി കോടതി നാളെ പരിഗണിച്ചേക്കും. അതേസമയം പരാതിയിൽ നിയമോപദേശം കിട്ടിയ ശേഷമേ കേസെടുക്കൂ എന്നതാണ് പോലീസ് നിലപാട്. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപം നടത്തിയെന്നാണ് പരാതി. ബോബി ചെമ്മണ്ണൂരിനെതിരായ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ നടി ഹണി റോസിനെ വിമർശിച്ച് രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിരുന്നു. വിവിധ ചാനലുകളിൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഈശ്വർ നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് ഹണി റോസ് പരാതി നൽകിയത്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിലെത്തിയത്. രാഹുൽ ഈശ്വർ സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. ഹണി റോസ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. വിഷയത്തിൽ പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ട്.
നിയമോപദേശം കിട്ടുന്ന മുറയ്ക്ക് നടപടികൾ വേഗത്തിലാക്കും. അതേസമയം ഹണി റോസിനെ അധിക്ഷേപിച്ചതിൽ രാഹുൽ ഈശ്വറിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് തൃശൂർ സ്വദേശി സലീം എന്നയാളും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിന് പിന്നാലെ ഹണി റോസിനെ അതിരൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയ രാഹുൽ ഈശ്വർ ഹണിയുടെ വസ്ത്രധാരണത്തെ അടക്കം വിമർശിച്ചിരുന്നു. രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിൽ തനിക്കെതിരെ സംഘടിതമായി നടക്കുന്ന സൈബർ ആക്രമണത്തിൽ നടപടി വേണമെന്നാണ് പരാതിയിലെ ആവശ്യം. പൊതുബോധം തനിക്കെതിരാക്കാനാണ് രാഹുൽ ഈശ്വർ ശ്രമിക്കുന്നതെന്നും ഹണി റോസ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ അടക്കം പകർപ്പുകളും പരാതിയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. അതേസമയം ഹണി റോസിനെ താൻ ലൈംഗികമായി അധിക്ഷേപിച്ച ഒരു വാക്കെങ്കിലും കാണിച്ചു തന്നാൽ ജയിലിലേക്ക് പോകാൻ തയ്യാറാണെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. ഹണി റോസ് കുറച്ചുകൂടി മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നെന്നും പരാതിയെ നിയമപരമായി തന്നെ നേരിടുമെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ നടി അമല പോളിന്റെയും വസ്ത്രധാരണത്തെ വിമർശിച്ചും രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയ സംഭവത്തിൽ അടിമുടി ദുരൂഹത തുടരുന്നു. ഗോപൻ സ്വാമി ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നുവെന്ന് ബന്ധു പോലീസിന് മൊഴി നൽകി. നടന്നുപോയി സമാധിയായെന്നാണ് മകൻ നേരത്തെ മൊഴി നൽകിയത്. സ്വാമിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി അയൽവാസി പോലീസിൽ പരാതി നൽകി. വിവാദ സമാധി പൊളിച്ചുള്ള പരിശോധന അതേസമയം വൈകും. നെയ്യാറ്റിൻകര സമാധി കേസിൽ ഓരോ ദിവസവും പുറത്തുവരുന്ന പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ദുരൂഹതകളുടെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സമാധിയെക്കുറിച്ച് മകൻ പറഞ്ഞതുമായി പൊരുത്തപ്പെടുന്നതല്ല ബന്ധു നൽകിയ മൊഴി. വ്യാഴാഴ്ച രാവിലെ വീട്ടിലെത്തി ഗോപൻ സ്വാമിയെ കണ്ട ബന്ധു പോലീസിനോട് പറഞ്ഞത് സ്വാമി ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നെന്നാണ്. എന്നാൽ മകൻ നൽകിയ മൊഴി ഗോപൻ സ്വാമി നടന്നുപോയി സമാധിയായെന്നാണ്. മൊഴികളിലെ ഈ വൈരുദ്ധ്യം പല സംശയങ്ങളും ബലപ്പെടുത്തുന്നു. അന്വേഷണത്തിൻ്റെ മുന്നോട്ട് പോക്കിന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തണമെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ സ്ഥലം പൊളിച്ചുള്ള പരിശോധന വൈകും. സബ് കളക്ടർക്ക് ലഭിച്ച പോലീസ് റിപ്പോർട്ട് തഹസിൽദാർക്ക് കൈമാറി. സിമന്റ് തറ പൊളിച്ചുള്ള പരിശോധന നാളെയോ മറ്റന്നാളോ മാത്രമേ നടക്കൂവെന്ന് സബ് കളക്ടർ അറിയിച്ചു. ഗോപൻ സ്വാമിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി അയൽവാസിയായ വിശ്വംഭരൻ നെയ്യാറ്റിൻകര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വ്യാഴാഴ്ചയാണ് നെയ്യാറ്റിൻകര ആറാലുമൂട് ചന്തയ്ക്ക് സമീപം കാവുവിളാകം കൈലാസനാഥ ക്ഷേത്രസ്ഥാപകനും പൂജാരിയുമായ മണിയൻ എന്ന ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയത്. സമാധി ചടങ്ങുകൾ ആരും കാണരുതെന്ന് അച്ഛൻ നിർദ്ദേശിച്ചിരുന്നെന്ന് മകൻ പറയുന്നു. അതിനാൽ അയൽവാസികൾ പോലും കാണാതെയാണ് മക്കൾ നേരത്തെ തയ്യാറാക്കി വച്ചിരുന്ന സമാധിപീഠത്തിൽ ഗോപൻ സ്വാമിയെ ഇരുത്തി സ്ലാബിട്ട് മൂടിയത്. തുടർന്ന് ഗോപൻ സ്വാമി സമാധിയായതായി ഇവർ തന്നെ പോസ്റ്ററുകളും പതിച്ചു. പോലീസ് അന്വേഷണത്തിൽ എല്ലാ വിവരങ്ങളും പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 നെയ്യാറ്റിൻകര. തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജിൽ യുവതിയെ കഴുത്തറുത്തു കൊന്ന ശേഷം മധ്യവയസ്കൻ ജീവനൊടുക്കി. പേയാട് സ്വദേശികളായ കുമാരൻ, ആശ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയെ കാണാനില്ലെന്ന് കാണിച്ച് ഭർത്താവ് കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിരുന്നു. 2 ദിവസം മുമ്പാണ് കുമാരനും ആശയും തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കൊടിയിൽ ടൂറിസ്റ്റ് ഹോമിൽ മുറിയെടുത്തത്. ജീവനക്കാർ ഇന്നലെ മുറി വൃത്തിയാക്കുന്നതിനായി പലതവണ മുട്ടിവിളിച്ചിട്ടും പ്രതികരണമുണ്ടായില്ല. ഇതോടെ ലോഡ്ജ് ജീവനക്കാർ തമ്പാനൂർ പോലീസിനെ രാവിലെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസെത്തി 3ാം നിലയിലെ മുറിയുടെ കതക് ചവിട്ടിപ്പൊളിച്ചാണ് അകത്ത് കടന്നത്. കഴുത്തറുത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ കട്ടിലിന്റെ സമീപത്താണ് ആശയുടെ മൃതദേഹം കണ്ടെത്തിയത്. കുമാരനെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. വിവാഹമോചിതനായതിനു ശേഷമാണ് കുമാരൻ ആശയുമായി അടുപ്പത്തിലായത്. വിവാഹിതയും 2 മക്കളുടെ അമ്മയുമാണ് ആശ. അതിനിടെ ആശയെ കാണാനില്ലെന്ന് കാണിച്ച് ഭർത്താവ് കഴിഞ്ഞ ദിവസം വെളുപ്പിൽശാല പോലീസിന് പരാതി നൽകിയിരുന്നു. കൊലപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെയാണ് യുവതിയെ കുമാരൻ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തിയതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന. 2 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഒരു 51 വയസ്സുള്ള ഒരു കുമാരനും ഒരു 42 വയസ്സുള്ള ഒരു ആശ. 2 പേര് പേയാട് സ്വദേശികളാണ്. ഈ 2 പേർ മൃതദേഹങ്ങളാണ് റൂമിൽ കണ്ടെത്തിയത്. ഇതൊരു ഡബിൾ സൂസൈഡ് കേസാണോ ഒരു ഹോമിസൈഡ് സൂസൈഡ് കേസാണോ എന്ന്. മുറിക്കുള്ളിൽ നിന്ന് ആശയെ കൊല്ലാൻ ഉപയോഗിച്ച 2 കത്തികൾ പോലീസ് കണ്ടെടുത്തു. മുറിയിൽ മൽപ്പിടുത്തം നടന്നതായി വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ആശയുടെ ശരീരത്തിൽ ക്ഷതമേറ്റ പാടുകളുണ്ട്. കുമാരന്റെ തോളിലും കൈകളിലും മുറിവേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. ഫോറൻസിക് സംഘം മുറിക്കുള്ളിൽ വിശദമായ പരിശോധന നടത്തി. തുടരന്വേഷണത്തിലൂടെയേ കൊലപാതക കാരണം വ്യക്തമാകുമെന്ന് തമ്പാനൂർ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം.
ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനോടുള്ള രാജ്യത്തെ ജനങ്ങളുടെ പ്രതികരണം എന്താണ്? ന്യൂസ് 18 നെറ്റ്വർക്ക് നടത്തിയ അഭിപ്രായ സർവേയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ പിന്തുണയ്ക്കുകയാണ് 80% ആളുകൾ. എന്നാൽ ഒരുമിച്ചുള്ള തെരഞ്ഞെടുപ്പിന് ഉത്തരേന്ത്യയിൽ ലഭിക്കുന്ന പിന്തുണ കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിൽ ലഭിക്കുന്നില്ലെന്നാണ് സർവേയിലൂടെ വ്യക്തമാവുന്നത്. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിനുള്ള ബിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകരിക്കുകയും ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ന്യൂസ് 18 നെറ്റ്വർക്ക് രാജ്യവ്യാപകമായി അഭിപ്രായ സർവേ നടത്തിയത്. രാജ്യത്തെ 29 സംസ്ഥാനങ്ങളിൽ നിന്നായി 4573 പേരിൽ നിന്നാണ് അഭിപ്രായം തേടിയത്. തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണോ എന്ന ചോദ്യത്തിന് 80.1% പേർ വേണം എന്നായിരുന്നു അഭിപ്രായപ്പെട്ടത്. 16% ആളുകൾ ഒരുമിച്ചുള്ള തെരഞ്ഞെടുപ്പിനെ എതിർത്തു. 3.9% പേർ നിഷ്പക്ഷമായ നിലപാടാണ് സ്വീകരിച്ചത്. ഹിന്ദി ഹൃദയഭൂമിയിലെ ജനങ്ങളാണ് ഒരുമിച്ചുള്ള വോട്ടെടുപ്പിന് കൂടുതൽ പിന്തുണ നൽകുന്നത്. ഈ മേഖലയിൽ 90% പേരും ഒരുമിച്ച് വോട്ടെടുപ്പ് നടത്തണമെന്ന് അഭിപ്രായം ഉള്ളവരാണ്. എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിൽ താരതമ്യേന പിന്തുണ കുറവാണ്. 69.7% പേരാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അനുകൂലിച്ചത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യയിലേതുപോലെയുള്ള പിന്തുണ പ്രകടമല്ല. 73.9% പേരാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനോട് യോജിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ പുതിയ നീക്കം സഹായിക്കുമെന്ന് സർവേയിൽ പങ്കെടുത്ത 81.2% പേർ പറയുന്നു. 13.1% ആളുകൾക്ക് എന്നാൽ ചെലവ് ചുരുങ്ങും എന്ന പ്രതീക്ഷയില്ല. ദക്ഷിണേന്ത്യയിലെ 21% ആളുകളും തെരഞ്ഞെടുപ്പ് ചെലവ് കുറയില്ല എന്നാണ് അഭിപ്രായപ്പെട്ടത്. ഒരുമിച്ചുള്ള തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാണോ? സ്കൂളുകൾ, കോളേജുകൾ അടക്കം പല സമയങ്ങളിൽ അടച്ചിടുന്നത് ഒഴിവാക്കാനാകില്ലേ? 80.8% ആളുകളാണ് ചോദ്യങ്ങളോട് അനുകൂല നിലപാട് സ്വീകരിച്ചത്. 13.2% ആളുകൾക്ക് യോജിപ്പില്ല. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും സംബന്ധിച്ച് വോട്ടർമാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുമോ? ആശയക്കുഴപ്പമുണ്ടായേക്കാമെന്ന് 39.1% ആളുകൾ പറയുമ്പോൾ ആശയക്കുഴപ്പത്തിന് സാധ്യതയില്ലെന്ന് 49.4% പേരും ഉറപ്പിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് എന്നാൽ ഇതിലും വ്യത്യസ്ത നിലപാടാണ്. തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തിയാൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്നാണ് 46% ആളുകൾ പറയുന്നത്. പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾക്കും ഇതുതന്നെയാണ് അഭിപ്രായം. ഒരുമിച്ച് വോട്ടെടുപ്പ് നടന്നാൽ പോളിംഗ് ശതമാനം ഉയരുമെന്ന് അഭിപ്രായമുള്ളവർ 72%. ദക്ഷിണേന്ത്യയിൽ ഉള്ളവർക്ക് എന്നാൽ ആ പ്രതീക്ഷയും കുറവാണ്. 64.2% ആളുകൾ വോട്ടിംഗ് ശതമാനം കൂടിയേക്കാം എന്ന് അഭിപ്രായപ്പെടുന്നു. ദേശീയ പ്രാദേശിക വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ സഖ്യങ്ങൾ രൂപീകരിക്കാനും സുസ്ഥിര ഭരണത്തിനും ഏത് രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് നല്ലത്? 71.6% ആളുകളും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെയാണ് പിന്തുണയ്ക്കുന്നത്. 17.7% പേർ എതിർക്കുന്നുമുണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ 80%-ലധികം പേർ പിന്തുണച്ചുവെങ്കിലും ആ രീതി ഇന്ത്യൻ ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമോ എന്ന ചോദ്യത്തിന് പിന്തുണ അത്രയുമില്ല. 69.9% ആളുകളാണ് ജനാധിപത്യം ശക്തിപ്പെടുമെന്ന് അഭിപ്രായപ്പെട്ടത്. 13.4% ആളുകൾ ശക്തിപ്പെടില്ലെന്ന് അഭിപ്രായം ഉള്ളവരാണ്. സർവേയിൽ പങ്കെടുത്തവരിൽ 16.7% ആളുകൾക്ക് ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാനുമായില്ല. അഭിപ്രായ സർവേകൾ ഇപ്രകാരമാണ് എങ്കിലും ബിൽ നിയമമായി വരണമെങ്കിൽ കടമ്പകൾ ഏറെയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സമവായമാകാതെ സഭാ സംഘർഷം. ഏകീകൃത കുർബാനയിൽ ചില വിട്ടുവീഴ്ചകളാകാമെന്ന് ആവർത്തിച്ച് പുതിയ മെത്രോപൊളിറ്റൻ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. മുൻപുണ്ടാക്കിയ കരാറിലെ വ്യവസ്ഥകൾ അംഗീകരിക്കാതെ സഭാ തർക്കം തീരില്ലെന്ന് അൽമായ മുന്നേറ്റ സമിതി തിരിച്ചടിച്ചു. ഇന്ന് കളക്ടർ വിളിച്ചു ചേർത്ത സമവായ ചർച്ച ബഹിഷ്കരിക്കാനും സമിതി തീരുമാനിച്ചു. വിവരങ്ങളുമായി ഡാനി പോൾ കൊച്ചിയിൽ നിന്ന്. ഡാനി, മാർ പാംപ്ലാനിയുടെ ഇടപെടലിലായിരുന്നു ഒരു പ്രതീക്ഷയുണ്ടായിരുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായത്തിന് സാധ്യത. പക്ഷേ ഇരുപക്ഷവും അവരുടെ വാദങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയും മാർപ്പാപ്പ എടുത്ത തീരുമാനം മാറ്റാനാവില്ലെന്ന ഒരു നിലപാട് കൂടി എടുത്ത സാഹചര്യത്തിൽ ഇത് വളരെ ബുദ്ധിമുട്ടാവില്ലേ?
ഞാൻ ഡാനിയിലേക്ക് വരാം, വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് റിപ്പോർട്ടിലേക്ക്. ഏകീകൃത കുർബാനയേക്കാൾ ഇപ്പോൾ തർക്കവിഷയം പുരോഹിതർക്കെതിരെ സിനഡ് എടുത്തുകൊണ്ടിരിക്കുന്ന അച്ചടക്ക നടപടികളാണ്. പുതിയതായി പട്ടം കിട്ടുന്ന പുരോഹിതർ ഏകീകൃത കുർബാനയെ ചൊല്ലാവൂ എന്ന വ്യവസ്ഥയും തർക്കത്തിന് കാരണമാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് അൽമായ മുന്നേറ്റത്തിന്റെ പ്രതിഷേധം സഭാ ആസ്ഥാനത്ത് നടക്കുന്നത്. ഏകീകൃത കുർബാനയർപ്പണ രീതിയെക്കുറിച്ച് സിനഡ് തീരുമാനിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായ കാര്യത്തിൽ നിന്ന് പിന്നാക്കം പോവുക എന്നത് അസാധ്യമായ കാര്യമാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ നിലപാടനുസരിച്ച് ഒരു കാര്യം മാർപ്പാപ്പ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അന്തിമ തീരുമാനമാണ്. കഴിഞ്ഞ ജൂലൈ 1-ാം തീയതി ഒരു വ്യവസ്ഥ ഉണ്ടാക്കുകയുണ്ടായി. അതായത് തീരുമാനങ്ങളിൽ മാറ്റമില്ല, പക്ഷേ ഈ ഏകീകൃത കുർബാനയർപ്പണ രീതി നടപ്പിലാക്കുന്നതിനുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഞായറാഴ്ചകളിലെ നിശ്ചിത സമയങ്ങളിലുള്ള വിശുദ്ധ കുർബാനയിൽ ഒരു കുർബാനയെങ്കിലും ചൊല്ലുന്ന വൈദികർക്കെതിരായി മറ്റ് നടപടികൾ ഉണ്ടാവില്ല എന്ന് മുൻകൂട്ടി അറിയിച്ച കാര്യമാണ്. ആ അറിയിച്ച കാര്യം തുടരാൻ തന്നെയാണ് സിനഡ് തീരുമാനിച്ചിരിക്കുന്നത്. പാമ്പ്ലാനി പിതാവ് ഇപ്പോ പറഞ്ഞ ജൂലൈ മാസം 1-ാം തീയതി ഇറങ്ങിയ സർക്കുലർ, ആ സർക്കുലറിൽ പാമ്പ്ലാനി പിതാവ് വായിച്ച വാചകം മാത്രമല്ല ഉണ്ടായിരുന്നത്. ആ സർക്കുലറിൽ മറ്റു പല എഗ്രിമെന്റുകളും ഉണ്ടായിരുന്നു. ആ എഗ്രിമെന്റുകളെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട് ആ സർക്കുലറിൽ നിന്ന് പിന്മാറിപ്പോയത് ഇതേ സിനഡും ഇതേ ബിഷപ്പുമാരും തന്നെയാണ്. ഞങ്ങളല്ല പിന്മാറിയത്. ഞങ്ങൾ ആ സർക്കുലർ ഇറങ്ങുന്നതിന് മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പള്ളിയിൽ പോലും സിനഡ് കുർബാന ഉണ്ടായിരുന്നില്ല എന്നിരിക്കെ ആ സർക്കുലർ ഇറങ്ങിയതിന് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 3 ആഴ്ച കൊണ്ട് 130 പള്ളികളിൽ സിനഡ് കുർബാന തുടങ്ങിയവരാണ് ഞങ്ങൾ. അത്രയും കഷ്ടപ്പെട്ട് അത് ചെയ്തിട്ട് അതിൽ നിന്ന് പിന്നാക്കം പോയി ആ സർക്കുലറിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് ബോധപൂർവമാണ്. ഏകീകൃത കുർബാനയേക്കാൾ ഇപ്പോൾ തർക്കവിഷയം പുരോഹിതർക്കെതിരെ സിനഡ് എടുത്തുകൊണ്ടിരിക്കുന്ന അച്ചടക്ക നടപടികളാണ്. പുതിയതായി പട്ടം കിട്ടുന്ന പുരോഹിതർ ഏകീകൃത കുർബാനയെ ചൊല്ലാവൂ എന്ന വ്യവസ്ഥയും തർക്കത്തിന് കാരണമാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് അൽമായ മുന്നേറ്റത്തിന്റെ പ്രതിഷേധം സഭാ ആസ്ഥാനത്ത് നടക്കുന്നത്. ആ വിഷയങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് പഠിച്ചിട്ടേ മറുപടി പറയത്തുള്ളൂ. ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് ഇങ്ങനൊരു നിയോഗം എൻ്റെ മേൽ വന്നത്. ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ സങ്കീർണതകൾ മുഴുവനും മനസ്സിലാക്കി ഉത്തരം പറയുക അസാധ്യമാണല്ലോ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ എല്ലാവരെയും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, ചെറിയ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്ന് പാമ്പ്ലാനി പിതാവ് പറയുന്നുണ്ട്. പക്ഷേ മറുവശത്ത് അവർ ശാഠ്യം പിടിക്കുക തന്നെയാണ്. ആരെങ്കിലും വന്നാൽ ഒരു ചർച്ചയ്ക്ക് പോലും തങ്ങളില്ല. പാമ്പ്ലാനി പിതാവ് നേരിട്ട് വരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഒരു സമവായം ഇനിയും എത്ര ദൂരെയാണ്? ഇതിൽ സമവായത്തിനുള്ള സാധ്യതകളിലേക്കാണ് ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനി മെട്രോപൊളിറ്റൻ വികാരിയായി ചുമതലയേൽക്കുമ്പോൾ ആ ഒരു സന്ദേശമാണ് നൽകുന്നത്. എങ്കിൽ കൂടിയും അദ്ദേഹം ചില കാര്യങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അത് കുർബാന ഏകീകരണം സംബന്ധിച്ചാണ് പ്രധാനമായും. കാരണം വത്തിക്കാന്റെ തീരുമാനം അത് നടപ്പാക്കിയേ കഴിയൂ എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അതിന് ചില വിട്ടുവീഴ്ചകളിലേക്ക് നൽകിയിട്ടുള്ളത് അത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാത്രമാണ് നൽകിയിട്ടുള്ളത്. അത് ആഴ്ചയിൽ, അതായത് ഞായറാഴ്ചയോ മറ്റ് ആഴ്ചയിൽ ഒരു ദിവസം, പ്രധാനമായും ഞായറാഴ്ച, അതിൽ ഏകീകൃത കുർബാന ചൊല്ലണം എന്ന രീതിയിലാണ്. അത് നിർബന്ധമായും അത് അനുവർത്തിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അത് പൂർണ്ണതയിലേക്ക് വരിക എന്നത് തന്നെയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ നേരത്തെ വന്നതാണെങ്കിലും പിന്നീട് ചില കാര്യങ്ങളെ ചൊല്ലി അഭിപ്രായ ഭിന്നത വന്നതിനെ തുടർന്ന് ഈ ഒരു തീരുമാനത്തിൽ നിന്നാണ്, ജൂലൈ 1 ഈ ഒരു തീരുമാനത്തിൽ നിന്നാണ് പിന്നീട് പിൻവാങ്ങുന്നതായിട്ട് ഇവർ എറണാകുളം അങ്കമാലിയിൽ വലിയൊരു വിഭാഗം തന്നെ വിമതപക്ഷം അറിയിക്കുകയും ചെയ്തത്. അപ്പോൾ അത്തരം ഒരു കാര്യം പൂർണ്ണമായും നടപ്പാക്കിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നൊരു സന്ദേശം അദ്ദേഹം നൽകുന്നുണ്ട്. എങ്കിൽ കൂടിയും ചർച്ചയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇന്ന് വൈകിട്ട് നടക്കുന്ന ചർച്ചയിൽ
ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പകരം അദ്ദേഹത്തിന്റെ ഒരു പ്രതിനിധിയായിരിക്കും ഇതിലേക്ക് വരിക എന്ന്. എന്നാൽ അതിനെ മറുപക്ഷം നിരാകരിക്കുകയാണ്. ആ രീതിയിൽ ഒരു ചർച്ച കൊണ്ട് കാര്യമില്ല എന്ന് അവർ പറയുകയും ചെയ്യുന്നു. അതിൽ ഒരു യുക്തിയുമുണ്ട്. കാരണം ഇങ്ങനെ ഒരു പ്രതിനിധി വന്നിരുന്നത് കൊണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ചയിൽ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയില്ല. കാരണം അത് വീണ്ടും കൂടിയാലോചനകളിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരാൾ ജില്ലാ കളക്ടറുമായി നടത്തുന്ന ചർച്ചയിൽ വന്നാൽ മാത്രമേ ഈ ഒരു വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ അതൊരിക്കലും സഭയുടെ നയപരമായ വിഷയങ്ങളിലുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. അത് ക്രമസമാധാന പ്രശ്നങ്ങൾ മാത്രമേ ഇവിടെ ജില്ലാ കളക്ടറുമായുള്ള ചർച്ചയിൽ ഉണ്ടാവുകയും ചെയ്യുള്ളൂ. എന്നാൽ ഇന്ന് വൈകിട്ട് 3 മണിക്ക് ഇവിടെ ഒരു പ്രതിഷേധ പ്രകടനവും അതോടൊപ്പം തന്നെ യോഗവും തീരുമാനിച്ചിട്ടുണ്ട്. നൽകിയത് കൊച്ചിയിൽ നിന്ന്. സംസ്ഥാനത്തെ ഓർത്തഡോക്സ് യാക്കോബായ സഭാവിശ്വാസികളുടെ കണക്കെടുക്കുന്നു സർക്കാർ. പള്ളിത്തർക്കം സംബന്ധിച്ച് സുപ്രീം കോടതിയിലുള്ള കേസിന്റെ ഭാഗമായാണ് കണക്കെടുപ്പ്. ഓരോ ഇടവകയിലുമുള്ള ഓർത്തഡോക്സ് യാക്കോബായ വിശ്വാസികളുടെ എണ്ണം കണ്ടെത്താനാണ് സർക്കാരിന്റെ നീക്കം. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് വിവരം ക്രോഡീകരിച്ച് നൽകാൻ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശം നൽകി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ സെക്രട്ടറിയുടെ ഉത്തരവ്. യാക്കോബായ ഓർത്തഡോക്സ് വിശ്വാസികളുടെയും പള്ളികളുടെയും കൃത്യമായ വിവരശേഖരമാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ യാക്കോബായ വിശ്വാസികൾ എത്ര, ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ എത്ര പേർ, ആകെ എത്ര പള്ളികൾ സംസ്ഥാനത്തുണ്ട്, ഈ പള്ളികൾ ആരുടെ നിയന്ത്രണത്തിലാണ്, ഓർത്തഡോക്സ് സഭയുടെ നിയന്ത്രണത്തിലുള്ള പള്ളികളും യാക്കോബായ സഭയുടെ നിയന്ത്രണത്തിലുള്ള പള്ളികളും ഏതൊക്കെയാണ്, ഈ പള്ളികളുടെ നടത്തിപ്പവകാശം സംബന്ധിച്ച് തർക്കങ്ങൾ നിലവിലുണ്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ നിലവിലെ അവസ്ഥ എന്താണ്, ഓരോ ദേവാലയങ്ങളിലുമുള്ള ഓർത്തഡോക്സ് യാക്കോബായ വിശ്വാസികളുടെ അനുപാതം എത്ര തുടങ്ങിയ നിർണായക വിവരങ്ങളാണ് സർക്കാർ ശേഖരിക്കുന്നത്. പഞ്ചായത്ത് തലത്തിലും സബ് ഡിവിഷൻ തലത്തിലുമാണ് വിവരശേഖരണം നടത്തുന്നത്. മലങ്കര സഭയ്ക്ക് കീഴിലുള്ള പള്ളികൾ 1934 ഭരണഘടന അനുസരിച്ച് വേണം ഭരണം നടത്തേണ്ടതെന്ന് 2017 സുപ്രീം കോടതി വിധിയുണ്ടായിരുന്നു. സഭാ തർക്കത്തിൽ കോടതികളും സർക്കാരും പലതവണ ഇടപെട്ടിട്ടും പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല. പലപ്പോഴും വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾക്കും ഇത് വഴിവെക്കുന്നതും സർക്കാരിന് തലവേദനയാണ്. വിവിയരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. സ്പേഡെക്സ് ദൗത്യത്തിൽ ഡോക്കിംഗ് വൈകുന്നു. 2 ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം ഇന്ന് രാവിലെ 3 മീറ്റർ വരെ കുറച്ച ശേഷം വീണ്ടും അകലം കൂട്ടി. ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ വിശദമായി വിലയിരുത്തിയ ശേഷം ഡോക്കിംഗ് നടക്കുമെന്ന് ISRO അറിയിച്ചു. ബഹിരാകാശ രംഗത്ത് ഇന്ത്യക്ക് നാഴികക്കല്ലാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്പേഡെക്സ് ദൗത്യത്തിലെ ഡോക്കിംഗ് പൂർത്തിയാക്കാനായില്ല. 2 ചെറു ഉപഗ്രഹങ്ങളെ സംയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വൈകും. 2 ഉപഗ്രഹങ്ങൾ SDX-1 ചേസറും SDX-2 ടാർഗറ്റും തമ്മിലുള്ള അകലം 3 മീറ്റർ മാത്രമായി കുറയ്ക്കാൻ വിജയകരമായി കഴിഞ്ഞു. പരീക്ഷണ ശ്രമത്തിനു ശേഷം ഇവ തമ്മിലുള്ള അകലം കൂട്ടി. രണ്ട് തവണ മാറ്റിവെച്ച ഡോക്കിംഗ് ദൗത്യത്തിൽ അകലം പരമാവധി കുറയ്ക്കാനായത് ശുഭപ്രതീക്ഷ നൽകുന്നതാണ്. ലഭ്യമായ വിവരങ്ങൾ സസൂക്ഷ്മം പഠിച്ച ശേഷം തുടർ നീക്കങ്ങൾ എന്നാണ് ഇസ്രോ അറിയിക്കുന്നത്. 15 മീറ്റർ അകലത്തിൽ പരസ്പരം അത്യുഗ്രൻ ചിത്രങ്ങളും ദൃശ്യങ്ങളും ലഭിച്ചെന്നും ഇന്ത്യ കാത്തിരുന്ന ഹസ്തദാനത്തിന് 50 അടി മാത്രമാണ് അകലമെന്നുമായിരുന്നു ഒരു ഘട്ടത്തിൽ ഇസ്രോയുടെ ട്വീറ്റ്. 220 കിലോഗ്രാം വീതമുള്ള ചെറു ഉപഗ്രഹങ്ങൾ ഡിസംബർ 30-നാണ് ഇന്ത്യ വിക്ഷേപിച്ചത്. 10 ദിവസം കൊണ്ട് ഈ 2 ഉപഗ്രഹങ്ങൾ കൂട്ടിച്ചേർത്ത് ഒന്നാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ 2 തവണ ഡോക്കിംഗ് പ്രക്രിയ മാറ്റിവെച്ചിരുന്നു. ഡോക്കിങ്ങിന് ശേഷം ചേസറും ടാർഗറ്റും ഒറ്റ ഉപഗ്രഹമായി പ്രവർത്തിക്കും. ഒരാഴ്ചയ്ക്ക് ശേഷം വേർപെടുത്തി 2 വ്യത്യസ്ത ഉപഗ്രഹങ്ങളായി 2 വർഷക്കാലം ബഹിരാകാശത്ത് പ്രവർത്തിക്കും. ഇതാണ് സ്പേഡെക്സ് ദൗത്യലക്ഷ്യം. ദൗത്യം വിജയിച്ചാൽ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യമാകും ഇന്ത്യയും. ബഹിരാകാശ സ്റ്റേഷൻ എന്ന ഇന്ത്യയുടെ സ്വപ്നത്തിനും ചന്ദ്രയാനിന്റെ 4ാം ഘട്ടത്തിനും മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാനിനും സ്പേസ് ഡോക്കിംഗ് വിജയം അതിനിർണായകമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതോടെ PV അൻവറിന്റെ UDF പ്രവേശന സാധ്യത മങ്ങുന്നു. നേരത്തെ പിന്തുണച്ച K മുരളീധരൻ അടക്കമുള്ളവർ തൃണമൂലിനെ UDFൽ എടുക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ്. എന്നാൽ അൻവറിനെ പൂർണ്ണമായി തള്ളാതിരുന്ന രമേശ് ചെന്നിത്തല UDFന്റെ ഭാഗമാക്കണോ എന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് പ്രതികരിച്ചു.
നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിലെ അറസ്റ്റും ജയിൽവാസവും രാഷ്ട്രീയമായി PV അൻവറിന് ഗുണം ചെയ്തിരുന്നു. UDF നേതാക്കളെല്ലാം വിഷയത്തിൽ അൻവറിനൊപ്പം നിന്നതോടെ അൻവറിന്റെ മുന്നണി പ്രവേശനം ഏറെ വൈകില്ലെന്നായിരുന്നു പ്രതീതി. ജയിലിൽ നിന്നിറങ്ങിയ അൻവർ ഉപാധികളില്ലാതെ UDF-നൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ UDF നേതാക്കളെ കാണാൻ തിരുവനന്തപുരത്ത് പോയ അൻവറിന് പക്ഷേ കാര്യങ്ങളത്ര എളുപ്പമായിരുന്നില്ല. ഇതിനിടെയാണ് അൻവർ കൊൽക്കത്തയിലെത്തി തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായത്. മമതാ ബാനർജി നേതൃത്വം നൽകുന്ന തൃണമൂലിൽ ചേർന്നതോടെ മുൻപ് അനുകൂലിച്ചവരും ഇപ്പോൾ അൻവറിനെ തള്ളിപ്പറയുകയാണ്. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും തൃണമൂൽ അംഗീകരിക്കാത്തതാണ് ഇതിന് പ്രധാന കാരണം. ഇക്കാര്യത്തിൽ കെ മുരളീധരൻ വിയോജിപ്പ് പരസ്യമാക്കി. അവരുമായിട്ട് ഞങ്ങൾക്ക് കേരളത്തിൽ യോജിക്കാൻ കഴിയില്ല. പിന്നെ അഖിലേന്ത്യാ നേതൃത്വത്തിന് ആണ് എല്ലാം ഫൈനൽ തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തൃണമൂൽ ദഹിക്കില്ല. അൻവറിനെ പൂർണ്ണമായും തള്ളാതെയായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മറുപടി. അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അദ്ദേഹത്തെ മുന്നണിയിൽ എടുക്കണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അത് ചർച്ചകൾ ചെയ്ത ശേഷം മാത്രമേ തീരുമാനിക്കൂ. അദ്ദേഹം ആദ്യം UDF നേതൃത്വത്തെ സമീപിക്കണം. സമീപിക്കുമ്പോഴാണ് ചർച്ചകൾ നടക്കുന്നത്. അൻവറിനെ UDF-ൽ എടുക്കുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്ന നിലപാടാണ് മുസ്ലിം ലീഗിന്. നേരത്തെ തന്നെ അൻവറിനെ ഒപ്പം കൂട്ടുന്നതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് വിയോജിപ്പുണ്ടായിരുന്നു. ഇതിനിടയിൽ തൃണമൂലിന്റെ ഭാഗമായതോടെ അൻവറിന്റെ UDF പ്രവേശനം ദുഷ്കരമാവുകയാണ്. ഇന്ന് കേരളത്തിലെത്തുമെന്ന് അറിയിച്ചിരുന്ന അൻവർ തന്റെ യാത്രയും മാറ്റിയിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. മഹാകുംഭമേളയ്ക്ക് തയ്യാറെടുത്ത് പ്രയാഗ്രാജ്. ഇതിന്റെ ഭാഗമായി 12 കിലോമീറ്റർ ദൂരത്തിൽ സ്നാനത്തിനായി ഘാട്ടുകൾ ഒരുങ്ങി. കുംഭമേളയുടെ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സർവ്വസജ്ജമായി ന്യൂസ് 18 തയ്യാറായി. ന്യൂസ് 18 കേരളം സംഘം പ്രയാഗ്രാജിലെത്തി. പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എല്ലായിടങ്ങളിലും ഉത്സവാന്തരീക്ഷമാണ്. കാരണം മറ്റൊന്നുമല്ല, 144 വർഷങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന അപൂർവതയ്ക്കുള്ള കാത്തിരിപ്പ്. ഈ 4 സ്ഥലങ്ങളും ഹൈന്ദവ ആചാരപ്രകാരം വിശുദ്ധമായാണ് കരുതപ്പെടുന്നത്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ സംഗമത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് പുണ്യസ്ഥലങ്ങൾ. UP സർക്കാർ വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സൗകര്യങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉടൻ പ്രയാഗ്രാജിലെത്തും. സന്ദർശനത്തിന് മുന്നോടിയായി എല്ലാ ഘട്ടങ്ങളിലും ലൈറ്റിംഗ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ സുരക്ഷയാണ് പ്രയാഗ്രാജിലും പരിസര പ്രദേശങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. വാണിജ്യപരമായും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കുംഭമേള ഏറെ പ്രധാനമാണ്. ശതകോടികളുടെ ബിസിനസ്സാണ് പ്രതീക്ഷിക്കുന്നത്. വടക്കുകിഴക്കൻ മേഖലയിൽ നിന്നുള്ള സന്യാസിമാർക്ക് പ്രത്യേക പരിഗണനയാണ് UP സർക്കാർ നൽകുന്നത്. അവർ സംസ്ഥാന സർക്കാരിൻ്റെ അതിഥികളായിരിക്കും. ഘാട്ടുകളുടെ ശുചീകരണവും നിർമ്മാണവും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് ഡെപ്യൂട്ടി ഫയർ ഓഫീസർ അഭിനവ് പഥക് പറഞ്ഞു. സംഗമതീരമായ ഗംഗയുടെയും യമുനയുടെയും തീരത്ത് 7 കോൺക്രീറ്റ് ഘാട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. കുളിക്കുന്നവരുടെയും ഭക്തരുടെയും സൗകര്യത്തിനായാണ് ഈ ഘാട്ടുകൾ ഒരുക്കിയിരിക്കുന്നത്. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളത്തിൽ ദിൽനജീർ.